ഇന്ന് നമ്മുടെ ക്രോഷ്യയുടെ 6ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു ടേബിൾ മാറ്റ് ഡേസി ഫ്ലവർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ കൂടെ പോരണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന യാണ്. അപ്പം ഇതിനെ നമ്മളിത് നേരെ ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഫോം ചെയ്യുക. റൗണ്ടായിട്ട് ഫോം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് പിടിച്ചിട്ട് തം ഫിംഗർ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ, അതുപോലെ നിങ്ങളും അങ്ങ് ആക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നീഡിലിനെ കടത്തിവിടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വലിച്ചെടുക്കുക. എന്നിട്ട് ആദ്യം ഒരു സിംഗിൾ സ്റ്റിച്ച് ഇടുക. ഇപ്പോൾ എൻ്റെ ആ ഒരു വിരൽ മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ തം ഫിംഗർ പിന്നെ കിടക്കുന്നത് എവിടെയാണ്, ആ ഒരു ഫസ്റ്റ് സിംഗിൾ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗത്താണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മൾ വീണ്ടും ഒരു യാൺ ഓവർ ചെയ്തു. ഇതിനെ 2 ലൂപ്പിനെ നമ്മൾ ഒന്നാക്കിയെടുത്ത് വീണ്ടും ചെയ്യുക. ഇങ്ങനെ ഒരു 6 സ്റ്റിച്ച് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഒരു 2 ലൂപ്പിനെ നമ്മൾ വീണ്ടും ഒന്നാക്കിയെടുത്തു. ദെൻ ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റിച്ചാണ്, ദെൻ ഇത് തേർഡ് സ്റ്റിച്ച്. ഇങ്ങനെ ഒരു 6 സ്റ്റിച്ച് ഇടുക കേട്ടോ. അപ്പം സ്ക്രീൻ നേരെ നോക്കുക. ദെൻ ഇത് 4th സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ആദ്യം തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ഇട്ടേച്ച് പോകരുത്. ഒരു 4-5 ട്രയൽ ഇത് നിങ്ങൾക്ക് ഓക്കെ ആവും. ഇത് 5th സ്റ്റിച്ചാണ്. അപ്പം ഇതാദ്യം ഞാൻ പഠിക്കാൻ കുറച്ച് സമയം എടുത്തിട്ടു. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ഭാഗം ചെയിൻ സ്റ്റിച്ചാണ് വരുന്നത് അല്ലേ. ഇപ്പം ഞാൻ തൊട്ട് കാണിച്ചില്ലേ, അത് ചെയിൻ സ്റ്റിച്ചാണ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു സംഭവം, ഇതൊരു പൂ ഉണ്ടാക്കുമ്പോൾ അതിന് നടുവിലുള്ള ആ ഒരു പോർഷനില്ലേ, അതിനെയാണ് നമ്മൾ ഈ ഒരു മാജിക് റിങ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ നേരെ ഒന്ന് ചെയ്ത് പഠിക്കുക. അപ്പം ഞാനിങ്ങനെ സ്റ്റിച്ച് ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനങ്ങ് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അതേ സ്റ്റിച്ച് എടുത്ത് ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നിട്ടിപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു യാണില്ലേ, അതിനങ്ങ് പിടിച്ച് വലിക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ പിടിച്ചൊന്ന് വലിക്കുക. വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു 2 അറ്റവും നമുക്ക് കൂട്ടിമുട്ടിക്കണം. അപ്പോൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു യാണിനെ അതിൻ്റെ മറ്റേ പോർഷനിൽ ചെയിൻ സ്റ്റിച്ച് കൂടെ എടുക്കുക. അപ്പോൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചെയിൻ സ്റ്റിച്ചായിട്ട് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലെ ചെയിൻ സ്റ്റിച്ചിൽ കൂടെ ഈ ഒരു യാണിനെ നമ്മൾ പുൾ ത്രൂ ചെയ്യുക. എന്നിട്ട് നേരെ സ്ലിപ്പ് നോട്ട് ഇടുക. നേരെ വലിച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. ഇപ്പം എന്തായി, അടിപൊളിയായിട്ട് ആ ഒരു പൂവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോർഷൻ, നടുവിലെ പോർഷൻ റെഡി ആയിരിക്കുന്നത് കണ്ടില്ലേ. ഇനി നമ്മൾ സീസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ നൂലിലോട്ട് അറ്റാച്ച് ചെയ്ത്, അത് നിങ്ങൾക്ക് എളുപ്പമാണ്. ഇപ്പം ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ. ഇനി ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ ആ ഒരു നൂല് വലിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിനെ രണ്ടിനെയും നമ്മൾ കെട്ടണം കേട്ടോ, കെട്ടി യോജിപ്പിക്കണേ. എന്നിട്ട് നമ്മളുടെ പെറ്റൽ യൂസ് ചെയ്യുവാണ്. അതിന് ഞാൻ ചെയ്തിരിക്കുന്ന റെഡ് യാണാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. ഏതെങ്കിലും ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു റെഡ് യാണിനെ വലിച്ചെടുക്കുക. നമുക്ക് ചെയിൻ സ്റ്റിച്ച് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. മാജിക് റിങ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും പിന്നെ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് അത് അറിയാത്തവർ എൻ്റെ മുന്നത്തെ വീഡിയോ ഉണ്ട്, അതൊന്ന് നോക്കുക കേട്ടോ, എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നതെന്ന്. അപ്പോൾ ഈസി ആയിട്ട് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാനിവിടെ ഒരു 15 ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു നോർമലായിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് വരാം. എനിക്കില്ലേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇടയിൽ ഈ ഒരു നീഡിൽ അങ്ങ് സ്ലിപ്പായി പോകും കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ക്രോഷ്യ നല്ല അറിയുന്നവർക്ക് അങ്ങനെ സ്ലിപ്പായി പോകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ സ്ലിപ്പായി പോകാറുണ്ട് കേട്ടോ. ഒന്നുമല്ല, നമ്മൾ പൊതുവെ ഒരു മടിച്ചിയാണ്, ചെയ്യാനൊക്കെ കുറച്ച് അതായത് എനിക്ക് അത്രയും ക്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പരിപാടിക്ക് ഇരിക്കത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു മെൻ്റൽ റിലാക്സിങ് പ്രോസസ്സാണ് കേട്ടോ. അതായത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാമാകും. പിന്നെ നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്തു വരുന്ന പ്രൊജക്റ്റ് ലാസ്റ്റ് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഈവൻ അത് ഫ്ലോപ്പ് ആണെങ്കിൽ പോലും നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇനി ഒന്നുമില്ലടാ, ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പെറ്റലിന് എത്രത്തോളം നീളം വേണോ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. ഞാനിവിടെ 15 സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പോർഷൻ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അതിൻ്റെ അടുത്ത ചെയിൻ സ്റ്റിച്ചിൽ കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ചെയിൻ സ്റ്റിച്ചിൽ കൂടെ തന്നെ കൂട്ടി യോജിപ്പിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എങ്ങനെയാണോ നീറ്റായിട്ട് വരുന്നത് ആ ഒരു രീതിയിൽ. ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത പോർഷനിലെ സ്റ്റിച്ചിൽ കൂടെ എടുത്തിട്ട് സ്ലിപ്പ് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിങ്ങനെ എടുത്തിട്ട് എനിക്ക് തന്നെ കിട്ടുന്നില്ല.
ഞാൻ ബിഗിനറാട്ടോ. നമ്മൾ നല്ല വർക്ക് മാത്രം കാണിച്ചാൽ പോരല്ലോ, കുറച്ച് ഫ്ലോപ്പ് ആവുന്നത് നമ്മൾ കാണിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതെ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ദേ ഇങ്ങനെ വലിച്ച് എടുത്ത്, എന്താ പോരാത്തത്, പോരൂ, യെസ് പോന്നു. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, സ്ലിപ്പ് നോട്ട് ഇടുക. ഓക്കെ, ഇനി അതൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ വലിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആ സെയിം പ്രോസസ്സ് അങ്ങ് റിപ്പീറ്റ് ചെയ്യാം. അതങ്ങ് റിപ്പീറ്റ് ചെയ്ത് സെയിം പെറ്റൽ അതുപോലെ തന്നെ എടുക്കുക. അപ്പം ഞാൻ അവിടെ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് 15 സ്റ്റിച്ചാണല്ലോ, അതുപോലെ ഒരു 15 ചെയിൻ സ്റ്റിച്ചും കൂടി ഞാൻ ഇടുന്നുണ്ട്. അതങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അടുത്ത ആ ഒരു വൈറ്റ് പോർഷനിൽ അടുത്ത ചെയിൻ സ്റ്റിച്ചിലോട്ട് ഈ ഒരു റെഡ് ചെയിൻ സ്റ്റിച്ച് അറ്റാച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമുക്കിത് ഇഷ്ടത്തിന് പൂക്കളൊക്കെ ആയിട്ട്, അതായത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പൂവാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ യാൺ ഓവറും സിംഗിൾ ക്രോഷിയും അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ ഫ്ലവർ ഉണ്ടാക്കുക. ഇത് ചെയിൻ സ്റ്റിച്ച് മാത്രം അറിഞ്ഞാൽ മതി. ദെൻ എങ്ങനെയാണ് മാജിക് റിങ് ഫോം ചെയ്യേണ്ടത് അതും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരിപാടി എളുപ്പം തീർക്കാൻ പറ്റും കേട്ടോടാ. അപ്പം ഇത് ഞാനിവിടെ ഒരു 15 സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണേ. അപ്പം ഇത് ഇവിടെ അറ്റാച്ച് ചെയ്തു. ഇതങ്ങനെ എടുത്തിട്ട് അറിയാലോ, സ്ലിപ്പ് നോട്ട്. യെസ്, ഇവിടെ സ്ലിപ്പ് നോട്ട് ഇട്ടു. ദെൻ ഇവിടെ ഒന്ന് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ടൈറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ആ ഒരു ഫ്ലവറിനെ ഇതിലോട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നമുക്കിതൊരു ടേബിൾ മാറ്റൊക്കെ ആക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ കോസ്റ്റർ ആക്കി എടുക്കാം, ടേബിൾ മാറ്റ് ആക്കി എടുക്കാം. 2 പൂക്കൾ അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വല്ല ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും ആക്കി എടുക്കാം കേട്ടോ. അപ്പം അതെ ഈ ഒരു സംഭവം ഞാൻ അടുത്തത് ഒന്ന് തല തിരിഞ്ഞു. അതായത് മാജിക് റിങ് റെഡ് കളറും പെറ്റൽ വൈറ്റ് കളറും ആക്കി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കളറെല്ലാം ഒരുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് അറ്റാച്ച് ചെയ്യേണ്ടത് മനസ്സിലാവില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതെ ഇതിൽ ഞാൻ സെയിം 15 സ്റ്റിച്ച് തന്നെ എടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ എടുക്കാൻ പാടില്ല, നമുക്ക് മറ്റേ പൂലല്ലേ ഇതിന് അറ്റാച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഒരു സെയിം ആ ഒരു പ്രോസസ്സ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾക്ക് ഡൗട്ട് വരുമ്പോൾ നമ്മളിത് അങ്ങനെ എണ്ണി നോക്കിയാൽ മതി എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് കേട്ടോ. അപ്പം ഒരു 10 സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ ചെറിയ പൂക്കളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഞാൻ കുറച്ച് വലുതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് 15 സ്റ്റിച്ച് എടുത്തത്. പക്ഷേ എനിക്കിത് കുറച്ചുകൂടി വലുതായോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടുത്ത പോർഷനും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളില്ലടാ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓൺ ചെയ്ത് കിടക്കണം, അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഗീവ് അവേ അതൊക്കെ ഞാൻ അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തുന്നതാണ് അടുത്ത വീഡിയോയിൽ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു സംഭവം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അറ്റാച്ച് ചെയ്യേണ്ട പൂവിനെ ആദ്യം വെക്കുക. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയ പൂവിനെ ഇങ്ങനെ എടുത്തിട്ട് മറ്റേ ആ ഒരു ഫ്ലവറില്ലേ അതിന് ഇതിൻ്റെ ഇടയിൽ കൂടെ കിടത്തിയിട്ട് വീണ്ടും ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. മനസ്സിലായി? അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം 2 പെറ്റൽ, ആദ്യത്തെ പൂവിൻ്റെ പെറ്റലും രണ്ടാമത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂവിൻ്റെ പെറ്റലും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു തവണയും കൂടി നിങ്ങൾക്ക് ചെയ്ത് തരുന്നുണ്ട്. എന്നിട്ട് ആ സെയിം പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുക, ആ രണ്ടാമത്തെ ഇത് കൂടെ ആ ഒരു പൂവിനെ എടുക്കുക, സ്ലിപ്പ് നോട്ട് ഇടുക. അപ്പം കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോടാ. ഇനി അടുത്ത പ്രോസസ്സ്, അടുത്ത സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ഇങ്ങനെ വീണ്ടും ഇതിനെ അടുത്ത ആ ഒരു പെറ്റലിൽ കൂടെ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് അപ്പോൾ നമ്മുടെ 2 പൂവിൻ്റെ 2 പെറ്റലും അറ്റാച്ചായി, ലോക്കിംഗ് ആയി. മനസ്സിലായി? അപ്പോൾ എങ്ങനെ ലോക്കിംഗ് ഇടുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര പൂക്കൾ വേണമെങ്കിലും ചെയ്തെടുക്കാം നമ്മളുടെ രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബാഗൊക്കെ ചെയ്യുന്നെങ്കിൽ ഈ രീതിയിൽ ബാഗ് ചെയ്തെടുക്കാം. ഇൻ കേസ് ഡ്രസ്സൊക്കെ ചെയ്തെടുക്കാം, ടേബിൾ മാറ്റ് ചെയ്തെടുക്കാം, കോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? പക്ഷെ ഞാനൊരു മണ്ടത്തരം ചെയ്തടാ. നിങ്ങൾക്ക് മനസ്സിലായി എന്താ സംഭവം എന്ന്? ഈ 2 പെറ്റൽ അടുപ്പിച്ച് അറ്റാച്ച് ചെയ്യരുതേ, ഇതായിരിക്കണം അറ്റാച്ച് ചെയ്യേണ്ടത്. നടുവിലെ പെറ്റൽ അറ്റാച്ച് ചെയ്യരുത്. ഇതങ്ങ് വിട്ടിട്ട് അതായത് ഒന്ന് വിട്ട് അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് രണ്ടും അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ ഞാൻ സ്ക്രീനിൽ കണ്ടില്ല, അത് കുറച്ചുകൂടി ഭംഗിയായി. ഞാൻ സാരില്ല, അടുത്ത ചെയ്യുമ്പോൾ കുറച്ച് നീറ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാതിരിക്കുക, 2 പെറ്റൽ ഒരുമിച്ച് അറ്റാച്ച് ചെയ്യരുതേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത് എൻ്റെ കൂടെ പോരണം കേട്ടോ. താങ്ക്